പട്ടി എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തെ എന്നെ കൂടി വിളിച്ചോണ്ട് നാറ്റിച്ചെന്തിനാടാ? എന്റെ സഹോ, നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 10-100 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോടാ കല്യാണത്തിന്. ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ എനിക്ക് പുല്ല് വല്ലായിരിക്കും. നീ അതാ അടിച്ചേ ടച്ചിങ്സ്. ഇതെന്താ ഇത്? ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ, ഇതൊക്കെ അടിക്കാൻ നേരത്തെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിങ്സ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാൽ എന്റെ ചങ്കലടാ. എന്നാ ചിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറയണല്ല കേട്ടോ. ആ, ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞാൽ നീ ദൈവാടാ. നീ ദൈവാ. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല ഞാൻ ദൈവമെന്നൊക്കെ. നീ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ മേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. വെച്ചോ വെച്ചോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ചോറുന്നില്ല ഞാൻ ചത്തൊന്നും പോവില്ലോ. വെച്ചമ്മന്നു കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതിപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല, എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ, നമ്മളെ വിട്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. സഹോ, അത് നിന്റെ അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണാട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. ശരി. അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ നിന്റെ അമ്മോട് ചൂടാവില്ലടാ ദാസപ്പ. സാധനോടെ പട്ടി നീ എടുത്ത് കുടിച്ചത് എവിടെ പോയി മേടിക്കാനാണ്? ആര് തരാനാണ്? അവന്റെ അമ്മമ്മയുടെ സെന്റിമെന്റ്. ഹലോ, ഹായ്, കിച്ചു അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് പുതിയതായി താമസിക്കാൻ വന്നയാളാ. ആൻമരിയല്ലേ? യാ, എന്നെ അറിയോ? കിച്ചു നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. എങ്കി നാളെ വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഓ, നാളെ വൈകിട്ട് കാണാലോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ആൻമരിയ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാണണമെന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എന്താടാ? എടാ, ആൻമരി എന്റെ ഫോണിൽ വിളിച്ചേക്കണു. ദേവരെ സ്വപ്നം കണ്ടായിരിക്കുള്ളൂ. എടാ, സ്വപ്നം കണ്ടാന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ അതേ മെസ്സേജ് അയച്ചേക്കണു, 4 മണിക്ക് ഫുട്ബോൾ വെച്ച് കാണാന്ന്. അവള് നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചേക്കണം. എടാ, ഇത് അവളല്ല, ഏതോ ഒരുത്തൻ അവളാന്നും പറഞ്ഞ എന്നെ തേക്കാൻ വേണ്ടി അയച്ചേക്കണതാ. എന്നാ അവനെ കണ്ടുപിടിച്ച് അച്ചാറിന്റെ ബാക്കി കാര്യം. നീ ആ മൊബൈൽ നമ്പർ ഞാൻ 9446984365. ഇതാരാണിത്? ഞാൻ ആൻമരിയാണ്. ദാസേട്ടനല്ലേ? അതെ. കിച്ചു കൂടിയില്ലേ? ആ, ഉണ്ട്. 4 മണിക്ക് കാണാന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, താങ്ക് യു. എടി ഒറിജിനൽ ആൻമരിയടാ. നിന്നെ 4 മണിക്ക് കൂട്ടിക്കൊണ്ടില്ല എന്നെ അഭിഷേകാണ്. പിന്നെ ഞാനും കുറ്റിക്കൂല, നീ വാ. ഹായ്, ഞാൻ വരാടാ. ഞാനില്ലാതെ നീ എവിടെങ്കിലും പോയിട്ടുണ്ടാ? അതെ, ഇനി അവിടെ ചെന്നിട്ട് വല്ലവരും നമ്മളെ പറ്റിക്കണാണെങ്കിലോ? അങ്ങനെയാണ് നമ്മൾ നാറിപ്പോവും. കുഴപ്പമില്ലടാ, നമ്മക്കിത് വലിയ പുത്തിരിയൊന്നുമില്ലല്ലോ. അന്റെ സൈഡ് നാറിയിട്ട് വരാം.
ഇത് മറ്റേ ഗിരിധറല്ലേ ഇത്? ഇയാള് പിന്നെയും പുതിയ വണ്ടി എടുത്താ? ഇതൊക്കെ അല്ലേ ജീവിതം എന്ന് പറയണത്? ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. സൗന്ദര്യവും കാശും പേരൊക്കെ തന്നെ കണ്ടോ, ഗിരിധർ. എന്നെ റിച്ചല്ലേ? നമ്മുടെയൊക്കെ പേര് കണ്ടില്ലേ, കൃഷ്ണൻ. നിന്റെ പേരെന്നാന്ന്? പേര് പറഞ്ഞടാ. ദാസപ്പൻ. അയ്യോ ദാരിദ്ര്യം. എന്റെ പൊന്നടാവ്, ഈ പേര് കേട്ടാ തന്നെ അറിയാട്ടോ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോളാന്ന്. ഏറെക്കുറെ. ആ സഹോ, ഇനി ഒന്നും നോക്കണ്ട. അവളെ കാണുമ്പോ തന്നെ ഐ ലവ് യു എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോയടാ. കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിച്ച അവസ്ഥ എനിക്ക്. എടി, ഇത് ഉറപ്പായിട്ടും പ്രേമോടാ. അവക്ക് നിന്റെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് സൈറ്റ്. എക്സ്ക്യൂസ് മീ, എടുത്തോട്ടെ. താങ്ക് യു. എടാ, ഇത് ശരിക്കും നിന്റെ സ്വപ്നം പോലെ അവൾ നീയായിട്ട് പ്രേമവും. നിങ്ങളുടെ പ്രേമം പൂക്കും, തളിർക്കും, കായ്ക്കും, പടർന്ന് പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മക്കാട്ടി കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണിയോടാ, താജ്മഹൽ പണിയും. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? ആ, എന്നിട്ട് അവൻ താജ്മഹൽ പണിയാൻ നടക്കണേ. എടുത്തോട്ടെ. അല്ല, സോറി. കഴിച്ചോ കഴിച്ചോ. ഇവനെന്താ പപ്സ് കണ്ടിട്ടില്ലേ? നീ എന്നീ കാണിക്കണേ. എടാ, എന്നാലും അവൾ എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞേ? എന്റെ വേറിട്ട ബുദ്ധി തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. അവളുടെ അന്നത്തെ ആ വരവ്, നിന്നെ നോക്കിയ ആ നോട്ടം, ആ ചിരി, അവളുടെ ആ വരവ് വെറും വരവല്ല മോനെ. എന്നാ പിന്നെ യു മാരി ഹിം. ഹായ്, ഹായ്, ഞാൻ ആൻ. ഞാനാണ് കിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആക്ച്വലി ഒരു മിനിറ്റ്. ഇത് തുറന്നു നോക്കൂ. അവന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ്. നിനക്ക് ചാവാൻ വരെ സ്ഥലം കിട്ടിയില്ലടാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ, ഇതൊക്കെ കൂടെ വേറെ വല്ല അവളുമാരും ഉണ്ടോടാ? ഞങ്ങൾ തീരുമാനിച്ചോളാം. പായസം. എന്നാ വിശേഷം? എന്റെ പിറന്നാളാ. ഹലോ ആൻമരിയ. ഹായ് കിച്ചു. അതെ, നാളെ ഫ്രീ ആണോ? അതെ, നാളെയും ഫ്രീ ആണ്. ഓക്കെ, എന്താന്നറിയോ, നാളെ എനിക്കൊരു ഫിലിമിന്റെ ഓഡിഷൻ ഉണ്ട്. ആണോ? ഓൾ ദ ബെസ്റ്റ്. തകർക്കണം കേട്ടോ. താങ്ക് യു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ കിച്ചുവിന് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അതിനൊന്നും ഞാൻ വരാലോ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല, അതാ. എനിക്ക് എല്ലാ സ്ഥലം അറിയാന്നേ. ഞാൻ വരാം. താങ്ക് യു. താങ്ക് യു. ശരി കിച്ചു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, പറ. യു പോട്ട് ബെല്ലിയേഡ് ബ്ലത്തറിങ് ഇഡിയോട്ട്. എന്റെ പൊന്ന് സഹോ, ഇതിന്റെ കറുത്തറിയണമെങ്കിൽ വല്ല രഞ്ജിനി ദാസിനോട് ചോദിക്കണം. എടാ, ഈ സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നല്ലോ. ആ, അതത് തന്നെയാ.
ഹലോ നന്നായുള്ളൂ. എവിടെയാ അവള്? കാണാനില്ലല്ലോ. എന്നാ പോക്കട കണക്കെ പോണേ. എടാ ദാസ, ഏതാ അലവലാതി? അതാ ജോർജേട്ടന്റെ മോനെ ഇന്നവന്റെ ശവടക്കിന് വേണ്ടി വരുമല്ലോ. ഏത് ജോർജേട്ടൻ? ആ സെമിത്തേരുടെ അടുത്ത് വീടുള്ള. ആ സെമിത്തേരി അടുത്തുണ്ടെന്നുള്ള അഹങ്കാരാ ചെറുക്കന്. എടാ നീ പോവാൻ നോക്ക്. സഹോ, നീ ഇങ്ങടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. പിന്നെ എന്നിട്ട് വേണം ഞാൻ കട്ട പോസ്റ്റ് ആകാൻ. എടാ ഒരാണും പെണ്ണും തമ്മിൽ പ്രേമത്തിലാകാൻ ഇതുപോലൊരു യാത്ര ബെസ്റ്റാ. ആഹാ, എന്നാ പോവാൻ വണ്ടി കാശാ. ആര് ഞാനാ? ആ എവിടെ നിന്ന് എടുത്തു തരാൻ? എടാ നിന്റെ കൂടെ തേരാപ്പാരം ഓടണല്ലാതെ ഈ ഓട്ടം പോയിട്ട് എത്ര കാലം എന്നറിയാമോ? ഒരു 100 നോട്ടുണ്ട കാലം മറന്നു. ചേട്ടാ, ഒരു 1000 രൂപ ചേഞ്ച് തരൂ. എന്നെ കണ്ട 1000 രൂപയൊക്കെ കയ്യിലുള്ള ആളാണെന്ന് തോന്നി. അയ്യേ, ഓട്ടോയുടെ പേര് പണക്കാരൻ, ഡ്രൈവർ പിച്ചക്കാരൻ. ഹായ്. ഹായ്, ഇതാണ് ദാസപ്പൻ. ബിബിൻ ദാസ്. എനിക്കറിയാം, അയിനോ. അതിപ്പോ എന്തായാലും അന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ്. എന്റെ നമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്നാ. ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ നമ്പറാ, സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ, ദാസപ്പൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. അതാരത്? അപ്പൊ ഹാപ്പി ജേണിയെ. ആൻഡ് ഓൾ ദി താങ്ക് യു. ബെസ്റ്റ്. ഇൻഡോസൺസോണ് ഞാൻ കൊല്ലും. വെരി ഹോട്ട്. കിച്ചു ഇവിടെ ഇരിക്കാൻ സീറ്റിലല്ലോ. നമ്മുടെ ഡിസിഷൻ ഒക്കെ വളരെ ബ്രില്യന്റ് ആയിരുന്നു. ദേ ആ ബസ് ആദ്യം പോണത്. വാ, നമുക്ക് അതിൽ കയറാം. വേഗം ഇറങ്ങ്, വാ, വാ, വാ. ഇറങ്ങ് വേഗം. ആ. അവനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൊട്ടന്മാരാ വിദ്യകളാന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. എന്തായാലും ഐഡിയ വർക്കൗട്ടായി. നല്ല ഫോട്ടോ അല്ലേ? ആ, കിച്ചുവിന് ഇഷ്ടപ്പെട്ട നടി ഏതാ? മോനിഷ. മോനിഷനെ ഭയങ്കര ഇഷ്ടാ. മോനിഷ. മോനിഷ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മോനിഷയ്ക്ക് എൻ്റെ അമ്മയുടെ ഒരു ചായ ഉണ്ട്, ഒരുപാട് ഇഷ്ടാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലൊരു ആഭാസന്റെ മുമ്പിൽ ചിലങ്കിയിട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദേവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്കിയിടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരു1000 മുള്ളു കുത്തിയിറങ്ങുന്ന എന്റെ വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ. ഞാനിതിവിടെ ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. അയ്യോ, Get out! ഞാൻ എന്നിട്ട് പെർഫോം ചെയ്താ പിന്നെ അവർ ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയാ. ഇതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ, ഫേക്ക് ഓഡിഷൻ. വെറുതെ മനുഷ്യനെ കളിപ്പിക്കാൻ. ഒത്ത കള്ളന്മാരാ. ആ താടിയും മുടിയും വളർത്തതിനൊക്കെ ആരാന്ന വിചാരം? പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. ആക്ച്വലി എന്റെ തൊണ്ടയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവര് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്തിരി നെർവസ് ആയി പോയി. അതിനിടയിൽ അയാള് എന്നാലും ഞാൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ല അല്ലേ? എല്ലാവരുടെയും പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ? അയ്യോ, സങ്കടാവാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ആദ്യമൊക്കെ ആവുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാ. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. ശരി. അതേ, എന്നായാലും പ്രിയദർശൻ സാറോടൊക്കെ തന്നെ പരിചയപ്പെടുത്താത്ത എന്റെ ഭാഗ്യം. ആക്ച്വലി എന്റെ പപ്പ നാട്ടിലുള്ളപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് ഇത്രയധികം ചിരിച്ചിട്ടുള്ളത്. കുറെ നാളുകൂടി എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ ദിവസമാണ്. അപ്പൊ എന്നെ അച്ഛനായിട്ടാണ് കാണണേ. എനിവേ താങ്ക്സ്. ശരിക്കും ഞാൻ എന്റെ ബസ് കാശ് എടുത്തതിനും ഫിഷ് ബിരിയാണി മേടിച്ചതിനൊക്കെ ഞാനല്ല താങ്ക്സ് പറയണ്ടേ. എന്നായാലും സോറി കേട്ടോ. സോറിയോ? അല്ല, അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ
വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി. സോറി. വിഷമായി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ജെന്യുവൻ. എല്ലാവരും എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി കൊള്ളാന്നേ പറയാറുള്ളൂ. കിച്ചുവിന്റെ ഇന്നസെൻസ് കൊണ്ട് കിച്ചു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിച്ചുവിനോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ശരിക്കും ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിച്ചു, ഐ റിയലി ലൈക്ക് യു. ഓ 24-ാം തീയതി മുതല് സമയം അങ്ങോട്ട് തെളിയല്ലേ? ഞങ്ങൾക്കൊക്കെ ഒരു ചെലവ് ചെയ്തിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. ആ. അതാണ് അതിന്റെ ഒരു കുരുത്തം. അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. കുറച്ചുകൂടി ഒന്ന് സൈസ് ആകണം, എന്നാലേ നായകനായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുള്ളൂ. നാളെ മുതൽ ജിമ്മിൽ പോണ്ട്. ആഹാ. ആ. കാല് ക്ലോസ് ചെയ്തേക്ക്. കിച്ചു, നിന്റെ അഭിനയൊക്കെ സിനിമയിൽ മതി. വർക്കൗട്ട് ചെയ്യുമ്പോഴേ അഭിനയിക്കണ്ട. കൊണ്ടാ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാ. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട, പോയി വെയിറ്റഡ്. ആശാന്റെ കഴിക്കാൻ പറ്റിയതാ. ഇത് ചില്ല് ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസൽ ഗ്ലാസ് എന്ന് വിചാരിച്ച് ഞെരിച്ച് കളഞ്ഞതാ. കീറിപ്പോയി. അപ്പൊ 100%. യെസ് യെസ്